ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, നമ്മുടെ ചർച്ച നേരത്തെ ദർസിൽ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും നമ്മുടെ നടത്തവും നമ്മുടെ കിടത്തവും നമ്മുടെ യാത്രയും നമ്മുടെ വീട്ടുജോലികളും നമ്മുടെ വീടുണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലും അലക്കലും ഉറക്കും എല്ലാം ഇബാദത്താക്കി എങ്ങനെ മാറ്റാം എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നാട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാനും ചെയ്യാനെന്ന് കരുതി ചെയ്താൽ ഇബാദത്താകൂല. ഞാൻ മേൽ പറഞ്ഞതുപോലെ അതുപോലെ വേറെയും ചിന്തിച്ചുകൊണ്ട് നിയ്യത്ത് നന്നാക്കിയാൽ അത് ഇബാദത്തായി മാറാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഇനി ഞാന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ അത് കിയാഇന്റെ ഉദ്ധരണി ഞാൻ പറഞ്ഞിരുന്നു, ഹലാലിന്റെ ടൈമുകൾ ഇബാദത്താക്കി മാറ്റാൻ കഴിയുമെന്ന്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ വലിയൊരു അധ്യായം അവരുടെ റിയാദുസ് സ്വാലിഹീനിൽ നൽകിയിട്ടുണ്ട്. ബാബു ബയാനി കസറത്തി തുറുക്കിൽ ഖൈരി, ഖൈറിന്റെ വഴികൾ, നന്മയുടെ ഇബാദത്തിന്റെ പുണ്യകർമ്മങ്ങളുടെ വഴികൾ ധാരാളമുണ്ട്. വെറും നിസ്കാരം മാത്രമല്ല. നമുക്ക് തഹജ്ജുദ് എഴുന്നേൽക്കുന്നവരാണ്, അല്ലാത്തവർ തഹജ്ജുദിന് എഴുന്നേൽക്കണം. നമ്മുടെ ജീവിതം മരിച്ചതിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂല, മറിച്ച് എപ്പോഴാ മരിക്കാന്ന് പറയാൻ കഴിയൂല. തഹജ്ജുദ് നമ്മുടെ ജീവിതത്തിൽ ഒരു മരണത്തിന് മുമ്പ് ഒരു പതിവ് ഉണ്ടാവണം. അതിന് ഇപ്പോൾ തന്നെ നമ്മൾ ശ്രമിക്കണം. വേണമെന്ന് വിചാരിച്ചാനൊക്കെ കഴിയും. നമ്മള് അത്താഴത്തിന് റമദാനിലെ നീക്കണ് നേരത്തെ നീക്കാൻ കഴിയണ്ടല്ല, തഹജ്ജുദ് നീക്കാൻ അപ്പൊ കഴിയണില്ല. എന്തുകൊണ്ട്? നമ്മളെ ഈമാനിന്റെ കുറവാണ്, ഈമാനിന്റെ കമാലിന്റെ കുറവാണ്. നമ്മള് അള്ളാഹു മരിക്കണമെന്ന ചിന്തയിൽ തഹജ്ജുദാണ്. മഹാന്മാരെ ഔലിയാക്കളും റാബിയത്തുൽ അദബിയയും നഫീസത്തുൽ മിസ്രിയൊക്കെ എത്രയാ റക്അത്തുകൾ തഹജ്ജുദ് നിസ്കരിച്ചത്. ഒരു 2 റക്അത്ത് 4 റക്അത്ത് അല്ലെങ്കിൽ 6 റക്അത്ത് അല്ലെങ്കിൽ ഒരു 11 റക്അത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്ര മോശക്കാരാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊരു പതിവുള്ള ജീവിതമാക്കി മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്യണം. അതോടുകൂടെ ദിക്റുകൾ പതിവാക്കണം, ഹദ്ദാദ് പതിവാക്കണം, സലാത്തുകൾ പതിവാക്കണം, ധാരാളം ഇബാദത്തുകളും ധാരാളം നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. നബിയെ, അങ്ങയുടെ കൂടെ സ്വർഗം ഞാൻ കരുതുന്നു, ചോദിക്കുന്നു നബിയെ എന്ന് റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത് ഫഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, ഞാൻ അത് തരും, നിങ്ങൾക്ക് ആ സ്വർഗം ഞാൻ തരും എന്റെ കൂടെ. പക്ഷേ നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട്, നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എനിക്കൊരു സഹായവും ചെയ്യണം. അപ്പൊ നിസ്കാരം വർദ്ധിപ്പിക്കുക എന്നത് സ്വർഗത്തിന് മുത്തുനബിയുടെ കൂടെ നിൽക്കാനുള്ള കാരണമാണ്. അപ്പൊ നമ്മള് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കണം. അതൊക്കെ വിത്ർ നിസ്കരിക്കണം. റമദാനെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടരണം. അങ്ങനെ ഇബാദത്തുകൾ ജീവിതത്തിൽ ചിട്ടയുള്ളതാക്കണം. ധാരാളം തഹ്ലീൽ ചെല്ലണം. ജീവിതത്തിൽ മരിക്കണം മുമ്പ് ഒരു 70,000 തഹ്ലീൽ നിർബന്ധമായും ചൊല്ലി തീർക്കണം. മരിച്ചതിനെ ആരെങ്കിലും ചെല്ലാൻ കാത്തിക്കരുത്. അത് നരകത്തിൽ നിന്നുള്ള മോചനമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ദിക്റുകളും സലാത്തുകളൊക്കെ എന്നും വർദ്ധിപ്പിക്കണം. ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാകണം. 1000 സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ 100 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുന്നവരാകണം. ഇങ്ങനെ ദിക്റുകളും മറ്റു ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിക്കുന്നവരായി നാം മാറണം. അതോടുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ സെക്കൻഡിലെ പ്രവർത്തനങ്ങൾ, വീട്ടുജോലികളൊക്കെ ഒരു ഇബാദത്താക്കി മാറ്റാൻ നിയ്യത്ത് നന്നാക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നന്മയുടെ വഴികൾ പലതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറും നിസ്കാരം മാത്രമല്ല, ഹജ്ജ് മാത്രമല്ല, ദിക്ർ ചൊല്ലൽ മാത്രമല്ല, ഒരാൾക്ക് അയൽവാസി അവിടെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ പോയി കൊടുത്താൽ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തോ തിരക്കുണ്ട്, അപ്പൊ അവരുടെ അടുക്കള പണി എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് പോയി കൊടുത്താൽ അത് പുണ്യകർമ്മമാണ്. പോയിട്ടില്ലെങ്കിൽ മോശമാണെന്ന് കരുതി പോകരുത്. അത്
നമ്മള് ദുന്യാവിന് വേണ്ടി പോകലാകും. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ എന്റെ അയൽവാസിന്റെ വീട്ടിൽ അവിടെ ഒരു പരിപാടിയുണ്ട്, അപ്പൊ അവർക്കൊരു ഹെൽപ്പ് ചെയ്യണം, അവരുടെ ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പോവുകയാണ് എന്ന് കരുതി പോയാൽ പുണ്യം കിട്ടും. അല്ലാതെ നാട്ടുകാരൊക്കെ പോകുന്നുണ്ട്, നമ്മളും പോയിട്ടില്ല ഇങ്ങനെ വിചാരിച്ചു എന്ന് കരുതി പോയാലാ അത് ദുന്യാവിന് വേണ്ടി പോകലാകും. അത് ആഖിറത്തിന് വേണ്ടിയല്ല, മറിച്ച് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു സഹായം ഇന്റെ വക ചെയ്തു കൊടുക്കട്ടെ, എന്തെങ്കിലും ഒരു സഹായം, അവർക്കൊരു ഒരു ചോറ് വെച്ചെടുക്കുക, ഒരു കറി വെച്ചെടുക്കുക എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ചെയ്താൽ അവരിങ്ങനെ കഷ്ടപ്പെടുന്നു, അപ്പൊ നമ്മളും ഒന്ന് ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. അപ്പൊ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക, പ്രയാസം നീക്കി കൊടുക്കുക എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒരു നന്മ ചെയ്താൽ അതിന് പ്രതിഫലം ലഭിക്കും. അങ്ങനെ നല്ല നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, എങ്കിൽ പ്രതിഫലം ലഭിക്കും. ഞാനൊരു ഹദീസ് വായിക്കാം. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നന്മയുടെ വഴികൾ ധാരാളമുണ്ട്, ഇബാദത്തുകൾ, അതായത് നിസ്കാരം, നോമ്പ് പോലെ ദിക്ർ പോലെയുള്ള ഇബാദത്തുകളൊക്കെ കൃത്യമാക്കലോട് കൂടെ ഇങ്ങനെയുള്ള സഹായങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കലും, നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ നമ്മൾ ഇബാദത്താക്കി മാറ്റണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി മറ്റുള്ളവരെ സഹായിക്കാൻ നാം തയ്യാറായിക്കൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, അതും പുണ്യകർമ്മങ്ങളാണ്. ബഹുമാനപ്പെട്ട നബി ഇമാം നന്മയുടെ വഴികൾ ധാരാളമുണ്ട്, ഇബാദത്തിന് പല വഴികളുമുണ്ട്, പല മോഡലുകളും ഇബാദത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്നു. എന്താണ്? അബൂ ദർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാണ്, ഞാൻ ചോദിച്ചു, അള്ളാന്റെ റസൂല്, ഏത് സൽക്രമാണ് ഏറ്റവും പുണ്യമുള്ളത്? ഏറ്റവും പുണ്യമുള്ള സൽക്രം ഏതാണ്? അപ്പൊ പറഞ്ഞു, അള്ളാഹുവിൽ വിശ്വസിക്കൽ, ഈമാനു ബില്ലാഹ്. ഏറ്റവും പുണ്യമുള്ള സൽക്രമം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഈമാൻ, തിളങ്ങുന്ന ഈമാൻ. വൽ ജിഹാദ് ഫീ സബീലി, അള്ളാഹുവിന്റെ വഴിയിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുക എന്നത് പുണ്യകർമ്മമാണ്. അപ്പൊ ചോദിച്ചു, ഖുൽതു അയ്യുർ റിഖാബി അഫ്ളൽ, അടിമയെ മോചിപ്പിക്കുക, ഒരു അടിമയെ മോചിപ്പിക്കുക, അത് പുണ്യകർമ്മമല്ലേ? അത് ഏറ്റവും കൂടുതൽ കൂലി കിട്ടൽ ഏതാണ് നബിയെ? അബൂദർ എന്നവരുടെ രണ്ടാമത്തെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതാണ്, ഏറ്റവും ശ്രേഷ്ഠമുള്ളത് ഈമാനാണ്, പിന്നെ ശത്രുക്കളോട് യുദ്ധം ചെയ്യലാണ്. രണ്ടാമത്തത് ചോദ്യം, അടിമയെ മോചിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഏതാ നബിയെ? അൻഫുസുഹാ ഇൻദ വക്തറുഹാ സമന, ഏറ്റവും വില പിടിച്ചതും നല്ല ക്വാളിറ്റിയുള്ളതുമായ അടിമകളുണ്ടാവും, അവരൊക്കെ മോചിപ്പിച്ചാൽ അത് വലിയ പുണ്യമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന കാലത്ത് പറഞ്ഞതാണ്. ഏതായിരിക്കട്ടെ, അപ്പോ അബൂദർ ചോദിച്ചു, ഫൈലം അഫ്അൽ, അത്തരം കാര്യങ്ങൾ അടിമ മോചിപ്പിക്കാനൊക്കെ നല്ല പൈസ വേണ്ടി വരും, അത്തരം കാര്യങ്ങൾക്കൊന്നും പൈസ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം നബിയെ? എനിക്ക് വേറൊരു പുണ്യകർമ്മം പറഞ്ഞു തരുമോ? നബി തങ്ങൾ പറഞ്ഞു, തുഈനു സോനിആ ഔ തസ്നഉ ലിഅഖ്റഖ, തുഈനു സോനിആ, നീ സഹായം ചെയ്യണം, ഒരു കാര്യം ചെയ്യുന്ന ആളെ സഹായിക്കുക. ഒരാൾ ഒരു അടിമയെ മോചിപ്പിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞതാണ്, അയാൾക്ക് ഒരു 10 രൂപ കൊടുക്കുക അതിലേക്ക് സഹായമായിട്ട്. അപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുന്ന, എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളെ സഹായിക്കുക. അത് പൈസ കൊണ്ടുള്ള സഹായം മാത്രമല്ല, അയാളെ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന ആളെ കൂടി കൊടുത്തുകൊണ്ട് അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുക. ഒരു വീട്ടില് പ്രയാസം, അവിടെ എന്തോ ജോലി നടക്കുന്നുണ്ട്, അപ്പൊ നമ്മളും കൂടെ സഹായിച്ചു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും നന്മകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഒരു വ്യക്തിനെ സഹായിക്കുക. അവിടെ മറ്റൊരു റിപ്പോർട്ടിൽ ഒരു പ്രയാസമുള്ളയാളെ സഹായിക്കുക, ഫഖറുള്ള, ദാരിദ്ര്യമുള്ളയാളെ സഹായിക്കുക. സാമ്പത്തിക സഹായം മാത്രമല്ല, ശാരീരിക സഹായം ചെയ്യുക. അല്ലെങ്കിൽ ഇയാളുള്ള ഒരുപാട് മക്കളും കുട്ടികളൊക്കെ ഉണ്ട്, അയാൾക്ക് പ്രയാസമുണ്ട്, അപ്പൊ അവരെ സഹായിക്കുക. ഇങ്ങനെ സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്യുക. രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. അതുപോലെ എന്തൊക്കെ പറയാ, നിങ്ങളെന്നെ ആലോചിച്ച് നോക്കി, ഒരാളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയും? സഹായം തടയലല്ല നമ്മൾ ചെയ്യേണ്ടത്, സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, തസ്നഉ ലിഅഖ്റഖ, ഒരു ഇല്ലാത്ത, ഒരു പക്വതയില്ലാത്ത, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത ഒരാൾക്ക് നീ അത് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. ഇന്ന് രാഷ്ട്രീയക്കാർക്കൊക്കെ ഓല ദുന്യാവിലെ ഓലൊക്കെ വോട്ട് കിട്ടണം, അതിനാണ് ഓല ചെയ്യുന്നത്.
അല്ലാതെ അള്ളാന്റെ പൊരുത്തത്തിനാണോ ചെയ്യുന്നത്? വെള്ളം തരും, ഭക്ഷണം തരും, ഗിഫ്റ്റ് തരും, അതുപോലെ അരി തരും, ഒക്കെ എന്തിനാ പോട്ടിട്ടാൽ? അങ്ങനല്ല, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാൾക്ക് എന്തെങ്കിലും സഹായങ്ങളിൽ പ്രയാസമുള്ളവരെ സഹായിക്കല് പുണ്യമാണ് മോനെ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബിയെ, അത്തരം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, വീട്ടിലുള്ള നമ്മുടെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യലും സഹായിക്കലും പുണ്യമാണ്, അയൽവാസികളെ സഹായിക്കൽ പുണ്യമാണ്. അതുപോലെ അവർക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യല്, അവരുടെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യല് ഒക്കെ പുണ്യകർമ്മമാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അങ്ങനെ നിനക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളോ മറ്റുള്ളവർ സഹായം ചെയ്യാനോ നിനക്ക് കഴിയണില്ലെങ്കിൽ എന്ത് ചെയ്യണം? തക്കുഫു ശർറക അനിന്നാസ്. തങ്ങൾ പറഞ്ഞു, അതും ചെയ്യാൻ കഴിയൂലെങ്കിൽ നിന്റെ ഷെറ് ജനങ്ങൾക്ക് നീ തടുക്കുക. നിന്റെ നാവിന്റെ ഷെറുണ്ടല്ല, ഈ ബത്തും നമീമത്തും പറയുക, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞെടുക്കുക, അന്റെ ഷെറ് ഒരാൾക്കും ഏൽക്കാതെ നീ സൂക്ഷിക്കണം. ഫഇന്നഹാ സദഖത്തും മിൻക അലാ നഫ്സിക്. അത് നീ പുണ്യകർമ്മമാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണോ. ലാസ്റ്റ് നബി തങ്ങൾ പറഞ്ഞത് അതാ. അപ്പോ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്താലും സഹായം ചെയ്യുന്നതും പുണ്യമാണ് എന്ന് മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ബോധമുണ്ടാവുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.